എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട ഡാൻസും റിവ്യൂ ഞാൻ നിർത്താം. സാനിയ നീ കമന്റ് ഇടൂ, സ്റ്റോപ്പ് ദ റിവ്യൂ അലിൻഡോസ് എന്ന ഹാഷ്ടാഗ്. അപ്പോ സാനിയ അയ്യപ്പൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ മേലെ റിവ്യൂ പറച്ചിലും ഡാൻസ് പരിപാടിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സാനിയ അയ്യപ്പൻ സ്റ്റോപ്പ് ദ റിവ്യൂ അലിൻഡോസ് വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിവ്യൂവും പാട്ടും ഡാൻസൊക്കെ നിർത്തും. ഇത് സത്യം സത്യം സത്യം. ഈ വ്യക്തിയെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അലിൻ ജോസ് പെരേര എന്നാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഒരു ഇറിറ്റേഷൻ പോലെ. എൻ്റെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പലപ്പോഴും ഈ ഒരു ചങ്ങാതിയെ ഭയങ്കര ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്റെ പ്രശ്നമായിരിക്കാം, ഞാൻ അതുകൂടി അംഗീകരിക്കുന്നു. കാരണം റിവ്യൂ എന്ന് പറയുന്ന വളരെ മാന്യമായിട്ടുള്ള ഒരു പരിപാടിയെ, അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയെ വളരെ മോശമായിട്ടും വളരെ തമാശ രീതിയിലും ഫണ്ണി ആയിട്ടും ആളുകളെ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ ഒരു മനുഷ്യന്റെ റിവ്യൂകളെല്ലാം. ഡാൻസ് കളിച്ച് പാട്ട് പാടിക്കാൻ റിവ്യൂ ചെയ്യുക. എന്നാൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി ധാരണ ഉണ്ടായിട്ടൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സംഗതി മാത്രമാണ് ഈ ഒരു ചെങ്ങാതിയുടെ പല വീഡിയോയിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെങ്ങാതി വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്നു ആളുകളുടെ ഇടയിൽ. കാരണം ഒരു നെഗറ്റീവ് മെന്റാലിറ്റി രീതിയിലാണ് നമ്മൾ മുമ്പിലേക്ക് എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ഡാൻസും തുള്ളിക്കളിയും വർത്തമാനം കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലത്തെ പല ആളുകളും ഇദ്ദേഹത്തിന് പിന്നാലെ ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു വർത്തമാനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. ആളുകൾ കൂടുതൽ കാഴ്ച കിട്ടുന്നു എന്നുള്ള രസം. എന്തൊക്കെയായാലും ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്തായിട്ട് ഒരു ട്രെൻഡിങ് സാധനം വന്നിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള നടന്മാരെ വെച്ചിട്ടൊക്കെ കമന്റ് ചെയ്യിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടുക എന്നുള്ളതാണ്. ആദ്യം തുടങ്ങുന്ന ഒരു പയ്യനാണ്. ഏതൊരു സിനിമാ നടൻ എൻ്റെ ചാനലിൽ താഴെ, എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ മാത്രമാണ് ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ വേഗം പോയി പഠിക്കണ മോനെന്ന് പറഞ്ഞു. പിന്നീട് വന്ന അവിടെ ബേസിൽ ജോസഫിന് അങ്ങനത്തെ ഒരു പണി വന്നു, ടോമിനോ തോമസിന് അങ്ങനത്തെ ഒരു പണി വന്നു, മഞ്ഞുബോൾ ബോയ്സ് ടീംസിന് അങ്ങനത്തെ ഒരു പണി കിട്ടി. അവരെ കമന്റ് ചെയ്തു എന്നുള്ള രസകരമായ സംഭവം. അങ്ങനെ ഇരിക്കുകയാണ് ഇതാ ഈ ഒരു പാവം മനുഷ്യൻ, ഈ ചെങ്ങായി ചെയ്യുന്നത് ഡാൻസ് കളിച്ചു പറയാണ്, സാനിയ അയ്യപ്പൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡാൻസും ഒപ്പം തന്നെ ഈ റിവ്യൂ പറയുന്ന പരിപാടികളൊക്കെ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞേ. അതിന്റെ തൊട്ടു താഴെ സാനിയ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട് നിർത്തിക്കോ എന്നാണ് കമന്റ് ഇട്ടത്. ആ ഒരു സംഗതിക്ക് താഴെ നിങ്ങൾ കേരളത്തെ രക്ഷിച്ചു, നിങ്ങളൊരു നല്ല കാര്യമാണ്, ഉപകാരമുള്ള ഒരു കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് കമന്റോട് കമന്റാണ്. ഭയങ്കര രസകരമായി തോന്നിയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടതാണ്. ഈ ഒരു മനുഷ്യന്റെ റിവ്യൂ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമല്ല. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സത്യസന്ധമായി പറയാവുന്നതാണ്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അതും പറയാം. എന്തോ എനിക്ക് തീരെ ഇത്തരം റിവ്യൂ പറച്ചിലിനോട് തീരെ താല്പര്യമില്ല. കാരണം അതൊരു സത്യസന്ധതയില്ല. ആളുകളെ വഷളാക്കുന്നതെന്ന് പറഞ്ഞ ഒരു പരിപാടി മാത്രമേ അതിന്റെ പുറകിലുള്ളൂ. വളരെ പെട്ടെന്ന് ഫെയിം ആവുക എന്നത്. രണ്ടു തരത്തിൽ ആളുകൾക്ക് ഫേമസ് ആവാം. ഒന്ന് വളരെ പോസിറ്റീവായിട്ടാണ്, ഒന്ന് നെഗറ്റീവ് ആയിട്ടാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന പരിപാടിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ കുറെ സിനിമകളൊക്കെ എടുത്ത് നടന്നായിരുന്നു. അദ്ദേഹം പക്ഷേ നല്ല ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ചത്. അതേ ഒരു ടൈപ്പ് സംഗതി തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വർത്തമാനങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ജോലി ചെയ്യാനൊക്കെ വളരെ മടിയുള്ള ഒരു മനുഷ്യനാണ്. തന്റെ കൈകളൊക്കെ വളരെ നൈർമല്യമുള്ളതാണ്, സ്പോഞ്ച് പോലെ വളരെ സോഫ്റ്റ് ആണ്. ആ സോഫ്റ്റ് ആയിട്ടുള്ള കൈകളൊക്കെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നശിപ്പിക്കേണ്ട എന്നൊക്കെ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ്. അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഒരാളെ കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ ചെറുപ്പക്കാരനുണ്ട്. എന്തായാലും നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒന്ന് ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.